ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം കുറച്ച് സ്ലോ ആയിരിക്കും. ഞാൻ പയ്യെ ആയിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. രാവിലെ തന്നെ ചെന്ന് ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കും. പിന്നെ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം പോയി പുറത്തൊക്കെ നിൽക്കും. പിന്നെ ഇനി ബ്രഷ് ചെയ്യാനൊക്കെ പോകുകയാണ് കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുകയാണ് എന്താ ക്യാമറ അങ്ങനെ വെച്ചേക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പാടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിപ്പിക്കാറ്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത റൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം തുണിയെല്ലാം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തലേദിവസത്തെ ചോറൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കാലമൊക്കെ കഴുകി അരി അടപ്പത്തിടാൻ വേണ്ടി. അപ്പോൾ അതിന് മുന്നേ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ കഴുകാനുള്ളതെല്ലാം അങ്ങോട്ട് എടുത്തിടാണ് കേട്ടോ. കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഒരു പാടായിട്ട് തോന്നുന്നത് അടുപ്പ് കത്തിക്കുന്നത്. അതൊന്ന് കത്തി വരാനാണ്. കത്തി കഴിഞ്ഞാലും പിന്നെ പ്രശ്നമില്ല, ഈ അടുപ്പ് കത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു പാടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തണഞ്ഞു പോകും. ആ സമയം കൊണ്ട് ഞാൻ കലമൊക്കെ കഴുകിയിട്ട് ഞാൻ അരി ഇടാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം ജസ്റ്റ് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. രാവിലെ തന്നെ കിച്ചൺ അങ്ങ് തൂത്തിടാറുണ്ട് കേട്ടോ. ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. രാവിലെ തൂത്തിട്ട് കഴിയുമ്പോൾ അത്രയും ഇത് കുറേ അഴുക്കായിട്ട് കിടക്കുന്ന അതെല്ലാം അങ്ങ് അങ്ങനെ തൂത്തിട്ടതെല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ട് കളയാനായിട്ട് പോവുക കേട്ടോ. തൂത്തുവാരിയെല്ലാം കൊണ്ട് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മീനെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക, ഐസ് പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഇതായിട്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് 2 മങ്കടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. ഒന്ന് തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെത്തോലിയും കൊണ്ട് ഉണ്ടായിരുന്നു. നല്ല മീനായിരുന്നു കേട്ടോ. അപ്പോൾ നെത്തോലി വറക്കാൻ വേണ്ടിയിട്ടാണ്, മങ്കട കറി വയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിരളുറയും പിന്നെ കത്രികയും പിച്ചാത്തിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ചൂടായി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അരി അടുപ്പത്തിട്ടാൻ വേണ്ടി ഞാൻ അരിയൊക്കെ എടുക്കാൻ പോകാൻ കേട്ടോ. അരിയെല്ലാം എടുത്തു. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടായിട്ടുണ്ട്, അത് കുടിക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴുകി അടുപ്പത്തിട്ട് ഞാൻ കഴിഞ്ഞപ്പോൾ നേരെ മീൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മീൻ വൃത്തിയാക്കാൻ ഇരിക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ അങ്ങനെയൊക്കെ പൊയ്ക്കോളൂ. അപ്പോൾ നെത്തോലിയും മങ്കടയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മങ്കട വൃത്തിയാക്കാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആദ്യം നമ്മൾ നെത്തോലിയെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് മങ്കടയെല്ലാം കണ്ടിച്ചത്. കൊണ്ട് പറ്റത്തില്ല, ഇത് ഒരുമാതിരി വൃത്തികെട്ട മങ്കടയായിരുന്നു. അത് തൊലിയാണെങ്കിൽ ഇരിയാൻ പറ്റുന്നതിന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു പിച്ചാത്തി വെച്ചിട്ട് തന്നെ കണ്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ മീനെല്ലാം വൃത്തിയാക്കിയ ശേഷം അടുപ്പിൽ തീ പോയിട്ടുണ്ടായിരുന്നു. വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അരി വെക്കുന്നത്. കുക്കറിലൊന്നും നമ്മൾ ചോറ് വെക്കാറില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ എല്ലാവർക്കും അടുപ്പിൽ ചോറ് വയ്ക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിച്ചുകൊണ്ട് വന്ന മീനെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. വറക്കാൻ വേണ്ടിയിട്ടും കറി വയ്ക്കാൻ വേണ്ടിയിട്ടുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെത്തോലി വറക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ മസാലയൊക്കെ തേക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, മുളക് പൊടിയും കൂടെ എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് ഒരു മസാലയാണ്. വിനാഗിരി വെച്ചാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നമുക്കിവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട മീനാണ് നെത്തോലിയും വങ്കടയും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനൊക്കെ എന്താ പേര് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്ന തുണിയെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതെല്ലാം പറക്കി വെയിലത്തിടാൻ പോകണം. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാം. അപ്പോൾ അതുപോലെ ചൂടാണ്. അതിനുശേഷം ഞാൻ പിന്നെ അടുത്ത റൗണ്ടിൽ തുണിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു സ്പീഡിലാണ് ഇതൊക്കെ കഴിയുന്നത്. നല്ല സമയത്തിലാണ് കേട്ടോ ഇതെല്ലാം വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. വെയിൽ കാരണം പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വന്ന് ഇനി അടുത്ത മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ താരങ്ങൾ എന്ന് പറയുന്നത് പുളിയും മുളകും പിന്നെ പച്ചരച്ച് വെച്ചതുമാണ് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ വങ്കട തേങ്ങ അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ അരച്ച് വെക്കും, വറുത്തരച്ച് വെക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച് വെക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കൊച്ചുള്ളി കുറച്ചധികം ഇടുന്നുണ്ട്. ഏത് കറിയായാലും ഞാൻ ഒരുപാട് കൊച്ചുള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊച്ചുള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടും ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വറക്കണം. അപ്പം ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്യും വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത്. നന്നായിട്ട് വറക്കാനായിട്ട് വെച്ച ശേഷം പിന്നെ തക്കാളിക്കയും പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പച്ചമുളക് എല്ലാം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ വറക്കാനായിട്ട് അടുത്ത അടുപ്പിലോട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാൻ വേണ്ടിയിട്ട് മീൻ വറക്കാനായിട്ട്. ഇന്നിപ്പോൾ കുറച്ചേ വറക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ വൈകിട്ട് വറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ
ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ച് മീനൊക്കെ വറുത്തു. ഇപ്പോൾ ഉലുവ ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഉലുവയൊക്കെ ഇട്ടു. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി നമ്മൾ തോനെ ഇട്ടു കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറി. പിന്നെ തേങ്ങയൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മൾ അരയ്ക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഐശ്വര്യൻ്റെ ഏതൊക്കെയോ പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊക്കെ നോക്കണം. പിന്നെ പെട്ടെന്ന് നമ്മൾ തക്കാളിയൊക്കെ വഴറ്റി, നമ്മൾ കടുകൊന്നും ഇടാറില്ല കേട്ടോ. തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നല്ല വഴറ്റി പെട്ടെന്ന് തന്നെ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പയ്യെ തീ കുറച്ചിട്ട് അതിൽ നിന്ന് നല്ല പറ്റിക്കോളും. ഞാൻ ആ സമയം കൊണ്ട് അടുത്ത തുണിയെല്ലാം ഞാൻ വിരിച്ചിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പുറത്തോട്ട്. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യും എന്ന് വിചാരിക്കും, പക്ഷേ പെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. മഴക്കോളുണ്ടപ്പോൾ നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാനും ആഴ്ചയും കൂടെ കുറച്ച് നേരം കിടന്നു. അതിനകത്ത് ഉച്ചയ്ക്ക് ഒരു 2-2:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മച്ചിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഞാനതിന് പോവാണ്. അങ്ങനെ ഉമ്മച്ചിയൊക്കെ വിളിച്ചിട്ട് വന്ന ശേഷം ഐഷ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് കളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ നോമ്പ് മുറിക്കാനായിട്ട് പള്ളിയിൽ കഞ്ഞി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഏരൂർ പള്ളിയിലാണ് കേട്ടോ കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ന് വരുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ വാങ്ങിക്കാനായിട്ടൊന്നു വാങ്ങിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കൂട്ടാതെ തന്നെ പോവുകയാണ്. ഐഷു ആണെങ്കിൽ കഞ്ഞിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഐഷുവിന് സോപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സോപ്പൊക്കെ മേടിച്ചത്. അപ്പോൾ നമുക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സേബാമേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് റേറ്റുള്ള ഒരു സോപ്പാണ്. ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ച് തിരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നോമ്പൊക്കെ തുറന്നപ്പോഴാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സർപ്രൈസ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഹസ്ബൻഡാണെങ്കിൽ കേക്കും ഒരു കൊച്ച് ഫ്രെയിമൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ചോറ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചോറും മോരുകറി പിന്നെ മീൻകറിയും ചീനി വേവിച്ചതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച ശേഷം പിന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് വന്ന് ചെറിയൊരു സ്കിൻ കെയർ പോലൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടും, പിന്നെ ലിപ് ബാമും കൂടി ഇടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ദേവൂസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ 2 കീച്ചേനും കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ഐശ്വര്യൻ്റെ ഫോട്ടോയും പിന്നെ ഒന്ന് ഞങ്ങൾ 2 പേരുടെ ഫോട്ടോ വെച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.